വീട്ടിൽ എത്രയുണ്ട് സ്റ്റാഫുകൾ എല്ലാം? ഇപ്പോൾ ഈ കമ്പനി തന്നെ ഏകദേശം 200-210 ആൾക്കാരുണ്ട്. ആണല്ലേ. അപ്പോൾ ഇവർക്ക് വേണ്ട എക്സ്പീരിയൻസ് എന്താണ്? ഈ ബേസിക്കലി ട്രാവലിൽ ടിക്കറ്റിങ്ങിൻ്റെ നോളജ് വേണം. അപ്പോൾ അത് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഇപ്പോൾ കേരളം നോക്കിയാൽ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രാവൽ ആൻഡ് ടൂറിസം ഉണ്ട്. അതുമാതിരി നിറയെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അത് ചെയ്താൽ പിന്നെ ഈ ടിക്കറ്റിങ്ങിനുള്ള നോളജ് ഉണ്ട്. ഇപ്പോൾ എല്ലാം കമ്പ്യൂട്ടറൈസ്. പണ്ടാകുമ്പോൾ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഒരു ഇൻ്റർനാഷണൽ ടിക്കറ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ 4 ബുക്ക് നോക്കിയാൽ ഒരു ABC എന്നൊരു ബുക്കുണ്ട്. അത് ഈ ഫ്ലൈറ്റ് നോക്കി അതിൻ്റെ കണക്റ്റിംഗ് ഫ്ലൈറ്റ് നോക്കി. ഇപ്പോൾ ഒക്കെ കമ്പ്യൂട്ടർ അല്ലേ. അപ്പോൾ ഈ കമ്പ്യൂട്ടർ ഓപ്പറേഷൻ അതിൻ്റെ ബേസിക് ഫെയർ സ്ട്രക്ചർ ഒക്കെ എന്നൊക്കെ അറിഞ്ഞാൽ യു കൻ ഈസിലി ഗെറ്റ് എ ജോബ്. ഓൺലി തിങ് ഈസ് അതിന് ആ ട്രെയിനിങ് വേണം. അതിന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി അല്ലെങ്കിൽ ഓൺ ദ ജോബ് ട്രെയിനിങ് വേണം. അപ്പോൾ ഇതിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ എവിടെയാണ്? ഹെഡ് ഓഫീസ് മെഡ്രാസിലാണ്. ഞങ്ങൾ 11 ബ്രാഞ്ച് ഉണ്ട്. ഡൽഹി, ഗുർഗാവ്, ബോംബെ, പൂനെ, പിന്നെ ഹൈദരാബാദിലുണ്ട്, ബാംഗ്ലൂരുണ്ട്, കോയമ്പത്തൂർ, ചെന്നൈ, പിന്നെ കേരളത്തിൽ 3 ഓഫീസുണ്ട്. കോഴിക്കോടും കൊച്ചിയും തിരുവനന്തപുരത്തും. ജനിച്ചതും വളർന്നതൊക്കെ എവിടെ? ചെന്നൈ തന്നെ? അല്ല, ഞാൻ ജനിച്ചത് നാട്ടിൽ തന്നെയാണ്, പാലക്കാട്. പക്ഷേ പഠിച്ചതൊക്കെ ഓരോ സ്ഥലത്താണ്. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് മദ്രാസിലായിരുന്നു, 1ാം ക്ലാസ്സൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡൽഹി, ബാംഗ്ലൂർ, ഗ്വാളിയർ, ആൻഡ് ഫൈനലി ഐ ഡിഡ് മൈ PhD ഫ്രം ജമ്മു. ഈ കേരളം തൊട്ട് ഇത്രയും രാജ്യങ്ങളിലൂടെ ഇങ്ങനെ പോയി. അപ്പൊ ഇതില് ഏത് സ്ഥലമാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ചെന്നൈ ആണോ കേരളമാണോ? അല്ല, ഞാൻ കല്യാണത്തിന് മുമ്പ് നോർത്തിൽ തന്നെയായിരുന്നു. അപ്പം ഞാൻ ഐ സ്പീക്ക് വെരി ഗുഡ് ഹിന്ദി. എനിക്ക് ഐ കുഡ് നോട്ട് ഈവൻ ഇമാജിൻ ഞാൻ സൗത്തിൽ വന്ന് സെറ്റിൽ ചെയ്യുന്നത് എനിക്ക് ഇമാജിൻ കൂടി. ബിക്കോസ് എൻ്റെ കൾച്ചറലി വളരെ നോർത്ത് ഇന്ത്യൻ ആയിരുന്നു. ഞാൻ എപ്പോഴും നോർത്തിലിരുന്നിട്ട്. പക്ഷേ ഫൈനലി കല്യാണം കഴിഞ്ഞാൽ ചെന്നൈയിൽ സെറ്റിലായി. പിന്നെ ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടം ചെന്നൈയാണ്. അല്ല, ഇപ്പോൾ ഐ എം യൂസ് ടു ഇറ്റ്. ഇപ്പം എനിക്ക് ഒരു സ്റ്റേബിൾ ലൈഫാണ്. അല്ലെങ്കിൽ പപ്പയുടെ കൂടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലത്ത് എല്ലാ 2 കൊല്ലവും പാക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. ഇപ്പോൾ ഒരു സെറ്റിൽ ലൈഫാണ്. എൻ്റെ അമ്മ എപ്പോഴും പറയായിരുന്നു, ഇങ്ങനെ ഒരു എയർഫോഴ്സുകാരനായിട്ട് കല്യാണം കഴിക്കാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണം, ഒരു സെറ്റിൽ ലൈഫായിരിക്കണം. സോ ആസ് ഷീ വിഷ്ഡ് ഒരു സെറ്റിൽ ലൈഫാണ് എൻ്റെ ഇപ്പോൾ. നമ്മുടെ നാട്ടിലെ പോലീസുകാരുടെ ഫാമിലി ഏത് ഗവൺമെന്റ് ജോബ് ആയിട്ടുണ്ടല്ലോ, ഓരോ 3 കൊല്ലം ട്രാൻസ്ഫർ ഉണ്ടല്ലോ. അത് പിന്നെ സർവീസിൽ പിന്നെ പറയേ വേണ്ട. ഒരു ദിവസത്തെ സാറിന്റെ വർക്കുകൾ എന്താണ്? എവിടെയൊക്കെയാണ് പോകുന്നത്? രാവിലെ ഓഫീസ് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഓഫീസ് പോകും. പിന്നെ എങ്ങനെയും 4-5 മണി ഉണ്ടാവും അവിടെ. യൂഷ്വലി ബാങ്കിൻ്റെ പണി ഉണ്ടാവും. പിന്നെ ചില്ലറ മീറ്റിങ്സ് ഉണ്ടാവും. ഇപ്പോൾ ക്ലയൻസ് അല്ല കോർപ്പറേഷൻ്റെ ആൾക്കാർ വരും. പിന്നെ ഇത് ട്രാവൽ ആയതുകൊണ്ട് എയർലൈൻസിൻ്റെ ആൾക്കാർ വരും. പിന്നെ ഹോട്ടലിൻ്റെ ആൾക്കാർ വരും. അപ്പോൾ അവരുടെ കൂടെ നെഗോസിയേഷൻ, ഡിസ്കഷൻ അങ്ങനെ ജനറലായിട്ടുണ്ടാവും. അപ്പോൾ ഈ ബിസിനസ് കാര്യങ്ങളല്ലാത്ത രണ്ടാളുടെയും മറ്റേ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? ഒന്നും പറഞ്ഞ മറ്റേ സോഷ്യൽ ഇത്, പിന്നെ അല്ലാതെയുള്ള സമയങ്ങളിൽ എന്താണ് എന്റർടൈൻമെന്റ്? വി ഹാവ് ലോട്ട് ഓഫ് പാർട്ടീസ് ഉണ്ടാവും. ബിക്കോസ് ട്രാവൽ ഇൻഡസ്ട്രി ആയത് കാരണം കൊണ്ട് ദേ ഹാവ് തായ് ട്രാവൽ ഏജൻറ്റ്സ് മീറ്റ് ഉണ്ടാവും. പിന്നെ ലോയിഡ്സിൻ്റെ കോൺഫറൻസസ് ഉണ്ടാവും. സംടൈംസ് ഇറ്റ്സ് അബ്രോഡ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്നിച്ച് തന്നെ ട്രാവൽ ചെയ്യാറുള്ളൂ. വി ഹവ് ട്രാവൽ ക്വൈറ്റ് എ ലോട്ട്. എല്ലാ കൺട്രീസും പോയി കണ്ടിട്ടുണ്ട്. ആൻഡ് അല്ലെങ്കിൽ വി ഹാവ് ഓൾ ദീസ് പാർട്ടീസ്. പിന്നെ ചന്ദ്രൻ ഹാസ് ലോട്ട് ഓഫ് ഫ്രണ്ട്സ്. ഇവിടെ ഈ കോളനിയിൽ തന്നെ വളർന്നതായതുകൊണ്ട് 1965 കൂടിയാണ്. അപ്പോൾ ഞാൻ സ്കൂൾ പഠിക്കുന്ന അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ആൻഡ് മോസ്റ്റ് ഓഫ് ദം ആർ മാർവാഡീസ്, നോർത്ത് ഇന്ത്യൻസ്. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമാണ് അത്. ബിക്കോസ് ഐ ക്യാൻ ഈസിലി ജെൽ വിത്ത് ദം. അപ്പോൾ ഞാൻ അവരുടെ വെഡിങ്സും അതും ഇതും എവറിത്തിങ്. ആൻഡ് ദേ ഹാവ് എ ക്ലബ് കോൾഡ് റാംബ്ലേഴ്സ്. ഈ എല്ലാം ഞാൻ പണ്ട് ക്രിക്കറ്റ് കളിക്കായിരുന്നു. അപ്പോൾ റാംബ്ലേഴ്സ് ക്രിക്കറ്റ് ക്ലബ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ എല്ലാവരും കല്യാണം കഴിച്ച് അവർക്ക് കുട്ടികളെ ഗ്രാൻഡ് ചിൽഡ്രൻ, ബട്ട് വി സ്റ്റിൽ മീറ്റ് വൺസ് എ മന്ത്. ആൻഡ് ചന്ദ്രൻ MRF ഇതിൽ ക്യാപ്റ്റൻ കൂടിയിട്ടായിരുന്നു ക്രിക്കറ്റിൽ. സോ ഹീസ് എൻ ഔട്ട്ഡോർ പേഴ്സൺ. അങ്ങനെ ഒരു കായികമായിട്ടുള്ള അല്ലേ? അപ്പൊ എന്തായാലും ഇപ്പൊ ഇത്രയും കാലം ഈ പല ബിസിനസ്സുകളും പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ പുതിയ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക്
അവരുടെ സാറിന്റെ ഒരു അനുഭവത്തിൽ നിന്ന് എന്താണ് ഒരു അഡ്വൈസ് വരാനുള്ള പുതിയ തലമുറയ്ക്ക്? ഞാൻ അഡ്വൈസ് കൊടുക്കാനുള്ള അത്ര ഉണ്ടോ എനിക്ക് അറിയില്ല. നല്ല അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വാട്ട് എവർ യു ഡു യു ഹാവ് ടു ഫുൾ അറ്റൻഷൻ, ഡെഡിക്കേഷൻ വേണം. ഇപ്പോഴത്തെ കോമ്പറ്റീഷൻ വളരെ ഭയങ്കര കോമ്പറ്റീഷനാണ്. അപ്പോൾ വൺ ഇസ് യു മസ്റ്റ് ഹാവ് ഇൻഫർമേഷൻ, യു മസ്റ്റ് ബി വൺ സ്റ്റെപ്പ് അഹെഡ് ഓഫ് യുവർ കോമ്പറ്റീഷൻ. അതിനുവേണ്ടി information available, internet, other one, lot of information available, but we must have information in the hand, and only then you can do something. And never try to make quick money as well. That's another thing. For all shortcut method use ചെയ്യും. അത് you'll make first initial കുറച്ച് പൈസ ഉണ്ടാക്കും, പക്ഷേ in the long run it will land you in trouble. Business ethics you have to follow. ഓരോരുത്തരുടെ ജീവിതത്തിലെ നേട്ടങ്ങൾ, അവർ ചെയ്ത ബിസിനസ്സുകൾ, അതാണ് നമ്മൾ ഈ എപ്പിസോഡുകളിലൂടെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇനിയും ഭാവിയിൽ രണ്ടാൾക്കും കുടുംബത്തിലും ബിസിനസ്സിലും എല്ലാം നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. കേരള വിഷനിലും അവരുടെ വ്യൂവേഴ്സിനും എൻ്റെയും അനുവിൻ്റെയും ഹാർട്ട് ഫെൽ താങ്ക്സ് ഫോർ ഇവിടെ വന്ന് ഞങ്ങളെ കണ്ട് ഞങ്ങളെ ഇൻ്റർവ്യൂ ചെയ്തതിന് വളരെ നന്ദി. താങ്ക് യു വെരി മച്ച്. മോഹൻ ചന്ദ്രൻ സാറും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തന്നു, നമുക്ക് വേണ്ടി പറഞ്ഞു തന്നു. ഇതുപോലെ ഒരുപാട് നേട്ടങ്ങളും ഒരുപാട് കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള കൂടുതൽ അവസരങ്ങളുമായി ബിസിനസ് സ്റ്റാർ വീണ്ടും വരും. അതുവരെ ബൈ.